അപ്പോൾ അലിമദനി ഇവിടെ ഈ പരപ്പനങ്ങാടിയിൽ നടന്ന പരിപാടിയുടെ നേട്ടം പറയണത് നിങ്ങളൊന്ന് കേട്ടോളി. വല്ലാത്ത നേട്ടമാണ്. വിജനപ്രദേശത്തെത്തിപ്പെട്ടാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏകനായ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. സന്നിഗ്ധ ഘട്ടത്തിൽ അത് കടലിൻ്റെ അടിത്തട്ടിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും അള്ളാഹുവിനോടാണ് തേടേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ ഇവർ 2007 മുതൽ സമൂഹത്തെ പഠിപ്പിക്കുന്നത് മക്ക മുശ്രിക്കുകളുടെ വാദമാണ് എന്ന് ജനത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. സൂറത്തു ജിന്നിലെ 6-ാം വചനത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ വിജനപ്രദേശത്തെത്തിയാൽ ജിന്നുകളോട് സഹായം തേടിയിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ വാദവും ആ ആദർശവും സ്വീകരിച്ചവരാണ് വിഷ്ണങ്കാർ എന്ന് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. വല്ലാത്ത നേട്ടമാണ്. ഇപ്പോൾ പരപ്പനങ്ങാടി ഗണനം കൊണ്ടുണ്ടായ നേട്ടമാണ്. നോണ പറയാൻ എന്തെങ്കിലും മടിയാണ്. ഇപ്പം നിങ്ങളുടെ ഗണന പ്രസംഗം ഉണ്ടായ നേട്ടം എന്താ വെച്ചാൽ നിങ്ങൾ നുണ പറയുന്നവരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അൽഹംദുലില്ലാ. നിങ്ങളെ ഗണന പ്രസംഗം ഉണ്ടായ ഒരു നേട്ടം ശതവാക്കി മുസലേ പറയും. എന്താണ്? 2007 മുതൽ വിജനപ്രദേശത്തെത്തിയാൽ നമ്മൾ അള്ളാനെ വിട്ടിട്ട് ജിന്നിനെ വിളിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഏതുപോലെ മക്കത്തെ മുശ്രിക്കീങ്ങൾ അവർ വല്ല വിജനപ്രദേശത്തും എത്തിക്കഴിഞ്ഞാൽ അവർ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരെന്നായിരുന്നു എന്ന് സൂറത്തു ജിന്നിൽ അല്ല പറയുന്നുണ്ട്. അപ്പം ആ വിശ്വാസം തന്നെയാണ് വിസ്തക്കാർക്കുമുള്ളത് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായിരിക്കുന്നു. വല്ലാത്ത മനസ്സിലാകൽ തന്നെയാണത്. മനസ്സിലായില്ലേ? മൂക്ക് കീപ്പട്ടായ അരി തിന്നൊരു മനുഷ്യനത് മനസ്സിലായിട്ടില്ല. മലയാളത്തിൽ ഇപ്പം അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മൂക്ക് കീപ്പോട്ടായ അരിഭക്ഷണം തിന്ന ഒരു മനുഷ്യനും ഒരു മുജാഹിദിനും അത് മനസ്സിലായിട്ടില്ല. മർക്കസ് ദാവക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഈ കൂട്ടത്തിൽ പെടുത്തണ്ട. എന്തൊരു കളവാണ് സഹോദരന്മാരെ ഇത്. നിങ്ങൾ മറുപടി പറയോ പറയില്ല, പറഞ്ഞ അമ്മാരി നോണ. ഇതായി പറഞ്ഞ സമാജം എന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? വിജനപ്രദേശത്ത് വെച്ചാൽ വിജനപ്രദേശത്തെത്തിയാൽ ജിന്നികൾ വിളിച്ച് തേടണമെന്ന് എവിടെയാണ് മുജാഹിദുകൾ പറഞ്ഞത്? ഒരു അരവരി നിങ്ങൾ കൊണ്ടുവരൂ. കുറേ കാലമായാലും അലിമദനി കളവും പറഞ്ഞു നിൽക്കണ്. 10-23 കൊല്ലായി തൗബ ചെയ്തോളി മനുഷ്യങ്ങൾ. അള്ളാഹുവിൻ്റെ തൗഹീദ് സ്വീകരിച്ച പാവപ്പെട്ട മുജാഹിദുകൾക്ക് പേരിൽ ഈ കളവ് പറഞ്ഞ് നടക്കുന്ന ഈ നൂറ്റാണ്ട് കാലമായില്ലേ? എത്ര കാലമായി ഈ കളവ് പറഞ്ഞ് നടക്കണ്? എന്നിട്ട് ഈ വിജനപ്രദേശത്തെത്തിയാൽ ജിന്നുകളെ അഥവാ മക്കത്തെ മുശ്രിക്കിനെ പോലെ ആ മുശ്രിക്കിൻ്റെ വിശ്വാസമാണ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉള്ളത് എന്ന തനിച്ച പൊള്ളയായ വാദവും കളമായ വാദവുമാണ് നിങ്ങളിവിടെ ഇതിൻ്റെ നേട്ടമായിക്കൊണ്ട് പ്രചരിപ്പിച്ചിട്ടുള്ളത്. വല്ലാത്ത നേട്ടം തന്നെ. നിങ്ങളെ തന്നെ തൊക്കിലിച്ച് നടന്നോളി, നേട്ടം വിടണ്ട. മനസ്സിലായോ? അള്ളാഹുവിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഈ കളവുകളൊക്കെ നിങ്ങൾ തെളിയിക്കേണ്ടി വരും.